വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നിർമ്മലയോട് മഹേന്ദ്രനാണെങ്കിൽ അങ്ങോട്ട് ആകെ ചൂടാവുന്നുണ്ട്. നീ രണ്ടു മക്കളെയും പെറ്റല്ലോടി, അത് രണ്ടും പരുന്തുകാലെ പോയതുപോലെ ആയല്ലോ എന്ന് പറയുകയാണ്. അതായത് ശിവനാണെങ്കിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു, ഇതിപ്പോൾ പിന്നെ ചന്ദ്രയാണെങ്കിൽ അതേപോലെ പോവുകയും ചെയ്തില്ലേ. അപ്പോൾ രണ്ടുപേരെ കൊണ്ടും പ്രയോജനമില്ല എന്നും പറഞ്ഞ് വീണ്ടും നിർമ്മല വഴക്ക് പറയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നീട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് തന്നെയാണ് പിന്നെ മഹേന്ദ്രൻ എത്തുന്നത്. മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനിയാണ് ആദ്യം ഇറങ്ങി വരുന്നത്, സത്യഭാമ ഇറങ്ങുന്നില്ല. അന്നേരം ഞാൻ മാണിക്കോത്ത് നിന്നാണ് മഹേന്ദ്രൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് എൻ്റെ മകൾ എവിടെ എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അകത്ത് നിന്ന് ദേഷ്യപ്പെടുകയാണ്. തൻ്റെ മകൾ എവിടെയാണെന്ന് ഇവിടെയാണോടോ തിരക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നേരത്തെ അതിന് മുന്നേ ഒരു ദിവസം മകനെ അന്വേഷിച്ചാണ് വന്നത്, ശിവനെ അന്വേഷിച്ച് വന്നു. ഇപ്പം മകളെ അന്വേഷിച്ച് വരുന്നു. ഇവർക്കാണെങ്കിൽ സംഭവം എന്താണ് എന്നുള്ളത് അറിയില്ലല്ലോ, ശാലിനിക്കും സത്യഭാമയ്ക്കും ഉള്ളതൊക്കെ. ഈ പ്രകാശം സ്നേഹിക്കുന്ന പെൺകുട്ടി മഹേന്ദ്രൻ്റെ മകളാണ് എന്നുള്ളത് ശാലിനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇനി ഇതിന് ശേഷം അറിയാമായിരിക്കും, ശിവൻ്റെ പെങ്ങളാണ് എന്നുള്ളതൊക്കെ അറിയുമായിരിക്കും. പിന്നീടുള്ള സീന് കാണിക്കുന്നത് ആ ശിവൻ്റെ ലോഡ്ജ് തന്നെയാണ്. അവിടെ ശിവനാണെങ്കിൽ ചന്ദ്രയ്ക്കും പ്രകാശനൊക്കെയുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആ കവറങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ രണ്ടുപേർക്കുമുള്ള ഭക്ഷണമാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് രജിസ്ട്രാറെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുവരെ പുറത്തേക്ക് ഇറങ്ങാനോ ആരുടെയും കണ്ണിൽ പെടാതെയോ ഇതിനകത്തിരിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പ്രകാശൻ ചന്ദ്ര ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഈ 2-3 സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി വിവാഹം നടത്താനായിട്ട് അവിടെ ശിവന് കഴിയുമോ എന്നുള്ളതാണ്. അതിനകം ഇനി ശാലിനി എവിടെ തിരക്കി വരുമോ, അതിന് എന്തെങ്കിലും മഹേന്ദ്രൻ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതിനോടകം രേഷ്മ ആ ഒരു വിവരമായിട്ട് എത്തുകയാണെങ്കിൽ ശാലിനി അറിയും ശിവനാണ് ഹർട്ട് കൊടുത്തത് എന്നുള്ളത് അറിയുമായിരിക്കും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.